ഒട്ടകങ്ങളുടെ മുതുകത്തുള്ള ഹമ്പിനുള്ളിൽ നിറയെ വെള്ളമാണ് എന്നാണോ നിങ്ങൾ കരുതിയിട്ടുള്ളത്? എന്നാൽ ഇതിനുള്ളിൽ വെള്ളമൊന്നുമല്ല. വെള്ളമല്ല ഇതിനുള്ളിലുള്ളതെങ്കിൽ പിന്നെ ഇതിൽ നിറയെ എന്താണ്? ഒട്ടകം സാധാരണ 120 ലിറ്ററോളം വെള്ളം വരെ ഒറ്റയടിക്ക് കുടിക്കും. അങ്ങനെയാണെങ്കിൽ ഇതൊക്കെ എവിടെയാണ് സൂക്ഷിക്കുന്നത്? എങ്ങനെയൊക്കെയാണ് ഒട്ടകങ്ങൾ മരുഭൂമിയിൽ മണ്ണുമായി സഞ്ചരിക്കുന്ന കാറ്റിനെയൊക്കെ തരണം ചെയ്യുന്നത്? എല്ലാവർക്കും ഒരിക്കൽ കൂടി മിസ്റ്റർ ക്യാപ്സ്യൂളിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇതുപോലെയുള്ള രസികൻ അറിവുകൾ ലഭിക്കാൻ താഴെ കാണുന്ന ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ എനേബിൾ ചെയ്യൂ. ഒട്ടും വൈകിക്കാതെ ഇതിനൊക്കെയുള്ള ഉത്തരങ്ങളിലേക്ക് കടക്കാം. ഒട്ടകങ്ങൾ 120ഓളം ലിറ്റർ വെള്ളം വെറും 15 മിനിറ്റിൽ കുറവ് സമയമെടുത്ത് കുടിക്കാൻ കഴിവുള്ളവരാണ്. എന്നാൽ ഇതൊന്നും നമ്മൾ പറഞ്ഞതുപോലെ അവയുടെ ഹമ്പിലല്ല സ്റ്റോർ ചെയ്യുന്നത്. ഒട്ടകത്തിൻ്റെ ഹമ്പിനകത്ത് നിറയെ ഫാറ്റ് അഥവാ കൊഴുപ്പാണ്. ഈ കൊഴുപ്പ് അവയ്ക്ക് മരുഭൂമിയിൽ ഏറെ ദിവസം ഭക്ഷണമൊന്നുമില്ലാതെ ജീവിക്കാൻ സഹായിക്കുന്നു. ഒട്ടകങ്ങൾക്ക് ഒരാഴ്ച വരെ വെള്ളം കുടിക്കാതെയും മാസങ്ങളോളം ഭക്ഷണം കഴിക്കാതെയും ജീവിക്കാൻ സാധിക്കും. ഒരു ഒട്ടകത്തിന് അവയുടെ ഹമ്പിൽ 36 കിലോഗ്രാമോളം ഫാറ്റ് വരെ സൂക്ഷിക്കാനും സാധിക്കും. അവയുടെ ശരീരം അവയ്ക്ക് ഭക്ഷണമൊന്നും കിട്ടാതായാൽ അതിൽ നിന്ന് ഫാറ്റ് ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഒട്ടകം ഈ കൊഴുപ്പൊക്കെ ഉപയോഗിച്ചു കഴിഞ്ഞാൽ അവരുടെ പുറകിലുള്ള ഹമ്പിന്റെ വലിപ്പം കുറയുകയും ഒരു സൈഡിലേക്ക് ചെരിഞ്ഞ് കിടക്കുകയും ചെയ്യും. ഇനി അവ പിന്നീട് ഭക്ഷണം കഴിച്ചാൽ ഹമ്പ് തടിച്ച് ഉയർക്കുകയും ചെയ്യും. ഒരു പെൺ ഒട്ടകത്തെ ഇംഗ്ലീഷിൽ കൗ എന്നും ആൺ ഒട്ടകത്തെ ബുൾ എന്നുമാണ് വിളിക്കുന്നത്. ഒട്ടകങ്ങൾ 2 തരമാണുള്ളത്. ഒറ്റ ഹമ്പുള്ള ഡ്രോമറ്ററി കാമൽസ് എന്ന ഒട്ടകങ്ങളും 2 ഹമ്പുള്ള ബാക്ട്രിയൻ കാമൽസ് എന്നും അറിയപ്പെടുന്ന ഒട്ടകങ്ങളും. ഇതിൽ അറേബ്യൻ കാമൽസ് എന്നും അറിയപ്പെടുന്ന ഒറ്റ ഹമ്പുള്ള ഒട്ടകങ്ങൾ മിഡിൽ ഈസ്റ്റിലും നോർത്ത് അമേരിക്കയിലുമാണ് കാണപ്പെടുന്നത്. 2 ഹമ്പുള്ള ഒട്ടകങ്ങൾ സെൻട്രൽ ഏഷ്യയിലുമാണ് കാണപ്പെടുന്നത്. ഏതുതരം ഒട്ടകമായാലും ഇവ കാണപ്പെടുന്നത് മരുഭൂമികളിലും പുൽപ്രദേശങ്ങളിലുമൊക്കെയാണ്. ഇനി ഈ ഒട്ടകങ്ങൾ എങ്ങനെയാണ് മരുഭൂമിയിലൂടെ സഞ്ചരിക്കുമ്പോൾ അവിടുത്തെ മണ്ണ് കലർന്ന കാറ്റിനെ തരണം ചെയ്യുന്നതെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഒട്ടകത്തിന് 3 കൺപോളകളുണ്ട്. ഇതിൽ 2 കൺപീലികൾ ഉള്ളതിനാൽ കാറ്റിൽ മണ്ണകത്തേക്ക് കടക്കുന്നത് ഇതിന് തടയാനാകും. 3-മത്തേത് വളരെ കട്ടി കുറവുള്ളതായതുകൊണ്ട് തന്നെ ഇതടച്ചാലും ഒട്ടകത്തിന് കുറച്ചൊക്കെ കാണുവാൻ സാധിക്കും. അതുപോലെ തന്നെ ഇതൊരു വിൻഷീൽഡായി പ്രവർത്തിക്കുകയും ചെയ്യും. ഒട്ടകങ്ങൾക്ക് അവയുടെ മൂക്ക് മുഴുവനായി അടയ്ക്കുവാൻ സാധിക്കും. ഇതും അവർക്ക് മണ്ണകത്തേക്ക് കടക്കുന്നത് തടയാൻ സഹായിക്കുന്നു. ഇനി ഇവർ കുടിക്കുന്ന 120ഓളം ലിറ്റർ വെള്ളമൊക്കെ ഹമ്പിലല്ലെങ്കിൽ എവിടെയാണ് സൂക്ഷിക്കുന്നത്? ഇത് സൂക്ഷിക്കുന്നതിൽ അവയുടെ രക്തകോശങ്ങളുടെ അഥവാ ബ്ലഡ് സെൽസിന്റെ ആകൃതി തന്നെ ഒരു വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. ഒട്ടകങ്ങളുടെ ബ്ലഡ് സെൽസ് നമ്മുടേതുപോലെയൊന്നുമല്ല. അവയ്ക്ക് ഓവൽ ഷേപ്പിലുള്ള കോശങ്ങളാണുള്ളത്. ഈ ആകൃതി അവയ്ക്ക് കൂടുതൽ വെള്ളം സ്റ്റോർ ചെയ്യാൻ സഹായിക്കുന്നു. അതുപോലെ തന്നെ അവയുടെ കോശങ്ങൾക്ക് ഇലാസ്റ്റിസിറ്റി നമ്മുടേതിനേക്കാൾ കൂടുതലുമാണ്. മറ്റു മൃഗങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഒട്ടകങ്ങൾ പ്രതിദിനം ഉപയോഗിക്കുന്നത് വളരെ കുറച്ചു വെള്ളമാണ്. വെറും 1.3 ലിറ്റർ മാത്രമേ ഒട്ടകത്തിന് ആവശ്യമുള്ളൂ. അതേസമയം മറ്റു മൃഗങ്ങൾ 20 മുതൽ 40 ലിറ്ററോളം വെള്ളം വരെ പ്രതിദിനം ശാരീരിക ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്നു. ഒട്ടകങ്ങളുടെ ഏകദേശ ജീവിത കാലയളവ് 40 മുതൽ 50 കൊല്ലം വരെയാണ്. അവർക്ക് 65 km/h സ്പീഡിൽ വരെ ഓടാനും സാധിക്കും. ബാക്ട്രിയൻ കാമൽസ് 300 മുതൽ 1000 കിലോഗ്രാം വരെയും ഡ്രോമറ്ററീസ് കാമൽസ് 300 മുതൽ 600 കിലോഗ്രാം വരെയും ഭാരം വരും. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുന്നു. ഇതിലും മികച്ച മറ്റൊരു പുത്തൻ വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും ഗുഡ് ബൈ.